ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്നൊരു ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഏകദേശം 2 ഗ്ലാസ് പാലോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് എടുത്തത്, അതുകൊണ്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഇനി തിളപ്പിച്ച പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇനി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ബൗളോളം എന്താ പറയുക, നമ്മുടെ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു ബൗൾ വേണ്ട, ഒരു 1/4 ബൗൾ മതി. എന്നിട്ട് ആ പാൽപ്പൊടി അതേപോലെ തന്നെ പാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അതായി വരണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പാലും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ബൗളോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ തേങ്ങ ചിരകിയിട്ട് നമ്മളത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഒരു 1/4 ബൗളോളം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ പഞ്ചസാരയും അതേപോലെ ആ പാൽപ്പൊടിയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വരും കേട്ടോ. നല്ല കട്ടയായിട്ട് ഇങ്ങനെയാണ് വരിക. നന്നായിട്ട് എന്താ പറയുക, നമ്മളെ കടായിൽ നിന്ന് നന്നായിട്ട് വിട്ട് പോരണം നമ്മുടെ ആ ഒരു മിക്സ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആൽമണ്ടാണ്. നിങ്ങൾക്ക് വേറെ നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ ആൽമണ്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആൽമണ്ട് ആകുമ്പോൾ നമുക്ക് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു മിക്സിലിട്ട് കഴിഞ്ഞാൽ. ഇനി ആ ഒരു ആൽമണ്ടും നമ്മുടെ മിക്സും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു കടായി എടുത്തിട്ട് അതിൽ നമ്മൾ 1 ഗ്ലാസോളം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്താ പറയുക, തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂണോളം കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നല്ലോണം കുറുകി നല്ലോണം കുറുകി പോവുക. അത്ര കുറുകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ലൂസായിട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അതും റെഡി ആയിട്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1.5 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മറ്റേതിൽ അത്യാവശ്യം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ചപ്പാത്തി പലകയിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വയ്ക്കാൻ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടുമല്ലോ നമ്മുടെ ബ്രെഡ്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് റോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടത് പ്രസ് ചെയ്തിട്ട് ഒരു റോൾ രൂപത്തിലാക്കണം കേട്ടോ. എന്നാലാണ് നമ്മളത് പാനിലൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴൊന്നും പൊട്ടി പോരരുത്. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നല്ല റോളാക്കി വെക്കണം. നമ്മൾ നെക്സ്റ്റ് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചിരുന്നു, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റോളാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ റോള് നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാം ഒരുമിച്ച് ഫ്രൈ അല്ല, ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം ഒന്നും റോസ്റ്റ് ആവണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചെണ്ണമൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഈ ഒരു പരുവത്തിലായി വന്നാൽ മതി, നല്ല റോസ്റ്റ് ആവണ്ട. അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയി പോകും. നമുക്ക് കുറച്ച് സോഫ്റ്റും വേണം, കുറച്ച് ക്രിസ്പി വേണം. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ പാലിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്താ പറയുക, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും, അല്ലാതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ആ ഒരു പാലിൻ്റെ മിക്സ് ആ ഒരു ബ്രെഡിലൊക്കെ നല്ലതായിട്ട് സോക്കായി വന്നു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.